ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ഞാൻ എന്താണെന്നറിയോ ഒരു ഷോർട്സ് പോലെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്തായാലും ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ കുറച്ച് ടൈം പിടിക്കും കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ ഒരു സ്കൂളിലൊരു പഴയൊരു മെമ്മറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അതായത് ഇന്നെന്ന് പറയുമ്പോൾ എനിക്കിത് 28-29 വയസ്സായി. ബട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് പ്ലംബാണ്. അതായത് ഇത്തിരി തടിച്ചിട്ടാണ് കാണാൻ. മൊത്തത്തിൽ ഇങ്ങനത്തെ ഡ്രസ്സസ് ഇടുമ്പോൾ ഒരു വൃത്തികേടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വൃത്തികേട് ഫീൽ ചെയ്ത് നോക്കുന്നവരൊക്കെ ഉണ്ട്. ബട്ട് ഞാനൊരു കാര്യം പറയട്ടെ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് വലിയ വലിയ ആൾക്കാരൊക്കെ ഇല്ല, അവരിടുന്ന പോലെ അവർക്ക് കുറച്ച് തടി ഉണ്ടായിരുന്നല്ലോ. ആ തടി എന്താ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ അത്രയും സ്ലിം ആയിട്ടുള്ള ഒരു ഗേൾ ആയിരുന്നു കേട്ടോ. എൻ്റെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സില്ലേ, അവരുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് നല്ല ബോഡി ഷേമിങ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കാരണം അത് ആ പ്രായം അതങ്ങനെയായിരുന്നു. കാരണം അവരെന്ന് വെച്ചാൽ എന്താ പറയുക, നീ എന്താ മെലിഞ്ഞിട്ട്, നിന്റെ സ്കിൻ എന്താ ഡ്രൈ ആയിരിക്കുന്നത്, ആ കൊച്ചിങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. എന്താ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ഇത് നോർമലി നമുക്കുള്ളിലൊരു എൻ്റെ എന്ന് പറയുമ്പോൾ അന്നൊരു കുഞ്ഞു മനസ്സാണ്. അപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി വരും നമുക്ക്, നമ്മുടെ കോൺഫിഡൻസ് അവിടെ ലോസ്റ്റ് ആവുകയാണ്. അപ്പം അന്നൊക്കെ ഞാനിത് അമ്മയോട് പോയി പറയുമ്പോൾ അമ്മ പറയും, നിന്നോട് ആരാ ഇതിങ്ങനെ പറഞ്ഞത്, അങ്ങനെയൊന്നും ഇല്ലല്ലോ, നീ നല്ല ഭംഗിയുള്ള കുട്ടിയല്ലേ എന്നൊക്കെ പറയും. പക്ഷെ എന്നിട്ടും എനിക്ക് വിശ്വാസമില്ല. അത് നമ്മളെ തന്നെ സ്വയം അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ബോഡി പോസിറ്റിവിറ്റി എന്ന് പറയുന്നുണ്ട്. ശരിക്കും എനിക്ക് ബോഡി പോസിറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. അതൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് റിസർച്ച് ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇപ്പോൾ വുമൺ ബോഡിയിൽ പല പല ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അവർ ഗ്ലാസ് ഷേപ്പ് തന്നെ വരണം എന്നൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഓരോ ഏജ് കൂടുന്തോറും വ്യത്യാസം വരും. ഇപ്പം ഞാനിപ്പോൾ ജീൻസ് ഇടാൻ എനിക്ക് ഇഷ്ടമാണ്, ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ എത്രയോ പേര് ഈവൻ അവരുടെ ബോഡി പോലും കൺസിഡർ അതൊന്നും ഒരു പ്രശ്നമല്ലാതെ തന്നെ അവർ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ നമ്മളെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സക്സസ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഞാൻ അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു ജഗ്ഗിങ്സിൻ്റെ ടൈപ്പിലുള്ള ഒരു ജീൻസ് ആയിരുന്നു, അതിട്ട് ഒരു ടോപ്പ് ഇട്ടപ്പോൾ കുറച്ച് തടി തോന്നി വൃത്തികേടായിട്ടുണ്ടാകും. അപ്പോൾ ആ തടിയാണ് അവിടെ മെയിനായിട്ടൊരു ബോഡി ഷേമിങ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടാവുക. ബട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ തടി ആക്ച്വലി ഒരു പ്രശ്നമാണോ? അതായത് ഇപ്പോൾ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തടി ഒരു ഭയങ്കര എന്താ പറയുക മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ. അതായത് തടിയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ തടിയുള്ള ആൺകുട്ടികൾ, അതാണ് സൗന്ദര്യം എന്നൊക്കെ ഒരു സങ്കല്പം ഉണ്ട്. പിന്നെ ഗ്രാജുവലി സ്ലിം ആയിട്ട് വരുന്നത് അതൊരു സൗന്ദര്യ സങ്കല്പമായി മാറി. പിന്നെ നമ്മുടെ തോട്ട്സ്, അതായത് നമ്മുടെ ചിന്താഗതിയിൽ ഓരോ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ കാണുന്നില്ല, ഇപ്പോൾ ഒരുപാട് മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിലും ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് അവർ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു തടി വരും. അപ്പോൾ ഇത് കഴിയുമ്പോഴും പിന്നെ അവരൊരു തടി വരും. അതായത് ഇതെന്ന് പറയുമ്പോൾ എക്സസൈസ് ചെയ്ത് അവർ കറക്റ്റ്, അതിൽ ഒരു ടൈം എടുക്കും അവർക്ക്. സത്യം പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് അവരുടെ ആ ശരീരത്തെ കളിയാക്കുക, ഇതൊന്നും എനിക്ക് അത്ര അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ല. അപ്പം അവർ കുറേ ഫുഡ് വലിച്ചു വാരി തിന്നിട്ടാണ് അങ്ങനെയൊക്കെ പറയും. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചിലരുടെ ഹൈറ്റിനനുസരിച്ചുള്ളൊരു കലോറി ഇൻടേക്ക് വേണമെന്ന് പറയാറുണ്ട് ചില ഡോക്ടേഴ്സ്. ഞാനൊരു ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ പറയുന്നത് ആരെയും പേഴ്സണലി ഹാം ചെയ്യാനോ ഇതൊന്നും പറയാനുള്ള ഇതൊന്നുമല്ല. ഞാൻ ഇതൊന്നും എടുത്തിപ്പോൾ നമുക്കിവിടെ ബോഡി ഷേമിങ് വേണ്ടി ഇവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതോ അങ്ങനെയുള്ള അതിനു വേണ്ടി, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേഷനിൽ ഇതൊരു ടോപ്പിക്കായി എടുത്ത് മാർക്കറ്റിങ്ങിന് വേണ്ടി പറയുന്നതോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഭംഗിയില്ല. പിന്നെ നോർമലി ഞാനൊരു കാര്യം പറയട്ടെ, വിന്റർ സീസൺ ആയ എല്ലാ മനുഷ്യന്മാർക്കും സ്കിന്നിൽ ഒരു ഡ്രൈനെസ് ഉണ്ടാവും. എൻ്റെ പറഞ്ഞാൽ നല്ല സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിലൊക്കെ നല്ല വിണ്ടുപൊട്ടലുണ്ട്. അത് ഡെയിലി ഫ്രീക്വൻ്റ് കഴുകിയാലും വീണ്ടും അത് അങ്ങനെ തന്നെ നിൽക്കും. അത് ആ ക്ലൈമറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് കാല് ഭംഗിയില്ല, അത് ഡെയിലി തേച്ചൊരിച്ച് കഴുകിക്കോടെ, ഈ രീതിയിലുള്ള കമൻസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഏൽക്കുന്നത് ഒരു വിഷമമാണ്. അത് മനസ്സിലാക്കാൻ ഈ പറയുന്നവർക്ക് എന്തും ഇങ്ങനെ പറയാം, ബട്ട് അത് കേൾക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അത് നിങ്ങൾ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പോകുമ്പോഴേ അതിന്റെ വേദന എന്താണെന്ന് അറിയുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മാറി നിന്ന് പല രീതിയിൽ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഞാനൊരു കാര്യം പറഞ്ഞാൽ പല ആൾക്കാരെയും സ്കൂളിലും കോളേജിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോടൊന്നും ഇപ്പൊ എന്നെ എന്തെങ്കിലും കുറ്റം പറഞ്ഞ മാറി നിന്ന് പറഞ്ഞാലൊന്നും ഞാൻ അവരോട് അടി ഉണ്ടാക്കാൻ അങ്ങനെയൊന്നും പോകുന്ന ഒരാളല്ല. ഇല്ലാത്ത എന്തൊക്കെയോ കൺസെപ്ഷൻസ് അല്ല, ഇല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ
എന്നെ കുറിച്ച് പറഞ്ഞിട്ട് ഉണ്ടാക്കി പറഞ്ഞിട്ട് അതെങ്ങനെയൊക്കെയോ വേറെ എന്തൊക്കെയോ രീതിയിലാക്കുകയാണ്, അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ എന്തൊക്കെയോ രീതിയിലാക്കുക. അതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത് കേട്ടോ. പിന്നെ ഇനി എനിക്ക് കുറച്ചും കൂടി വീഡിയോസ് ഫ്രീക്വന്റ് ആയിട്ട് ഇടണം എന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇപ്പൊ 5:13:17 ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ. ഇതിപ്പോ റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞാനിത് ധൈര്യത്തോടെ തന്നെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് എന്തായാലും പോസിറ്റീവായിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്